ഹലോ ഗൈസ് ആൻഡ് ഫൈനലി ഞാനിതേ ക്രോഷ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ കാണുന്ന ഒരു ബാഗാണ് കേട്ടോ. ആൻഡ് ഇത് ഇപ്പോൾ മട്ടും കണ്ടു വിചാരിക്കുമ്പോൾ ഇതിന് മുമ്പ് കുറേ ക്രോഷ്യൊക്കെ ചെയ്തിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെന്ന്. ബട്ട് നോ ഗൈസ്, ഞാൻ ഇതുവരെ ഇങ്ങനെ വലിയ വലിയ പ്രൊജക്റ്റൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു ചെറിയ ഹേർട്ടും ഒരു ചെറിയ ഫ്ലവറും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വലിയ കോൺഫിഡൻസിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഇത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ കുറേ ഇതുപോലെ ബാഗൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫ്ലോപ്പ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് തിന്നേ നോക്കണ്ട വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നോക്കി നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. പിന്നെ അപ്പം തന്നെ പോയി ചെയ്യാനൊക്കെ ഫുൾ വാങ്ങിച്ച് ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ടോ. ആൻഡ് ഈ പ്രൊജക്റ്റിൽ നമുക്ക് 18 ഗ്രാനി സ്ക്വയറാണ് ചെയ്യാനുള്ളത്. ആൻഡ് ആദ്യത്തെ ഗ്രാനി സ്ക്വയർ ഏകദേശമൊക്കെ നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സെയിം സംഭവം തന്നെയല്ലേ. ആ ഒരു കോൺഫിഡൻസിലാണ് ആക്ച്വലി ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര സ്പീഡൊക്കെ ആയിട്ടുള്ള ചെയ്യുന്നത്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണെന്ന്. ബട്ട് നോ ഗൈസ്, ഞാനിത് സ്പീഡ് കൂട്ടിയതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബോറടിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ റെഫറൻസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്, ട്യൂട്ടോറിയലൊന്നും കാണില്ല എന്ന്. പക്ഷേ ഞാൻ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആയി പോകും. ഇനി ഞാൻ ഈ വീഡിയോയിൽ നല്ല പാർട്സ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് മാത്രമേ അറിയുള്ളൂ എത്ര വശം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യും പിന്നെ അയക്കും, പിന്നെ സ്റ്റിച്ച് ചെയ്യും പിന്നെ അയക്കും എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകളൊക്കെ സ്വാഭാവികമാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മളിതൊക്കെ റെഡിയാക്കാം. ആൻഡ് ആസ് യു ഓൾ നോ, ക്രോഷ്യയ്ക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ടൈമും അതുപോലെ തന്നെ പേഷ്യൻസ്. പിന്നെ പേഷ്യൻസിൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ലെങ്കിലും ഇത് വലിയ കുഴപ്പമില്ലുണ്ട്. നമ്മൾ നല്ല എൻജോയ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ആയതുകൊണ്ടാണോ നല്ല, സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പണിക്ക് ഇറങ്ങിയാൽ 2 ദിവസം അടുപ്പിച്ച് ചെയ്ത് തന്നെ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു വെക്കാറില്ല കേട്ടോ. ആൻഡ് വട്ടവർ ഇത് ഞാൻ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രോഗ്രസ് കാണുമ്പോൾ അടുത്തത് എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് സംഭവം ഇതുപോലെ ചെയ്തു പോകാനുള്ള ഒന്നാമത്തുള്ള കാര്യം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇരുന്നത് ഒരു 5 മണി 6 മണി അല്ല 5:30 ആ സമയത്താണ്. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് പ്രൊജക്റ്റാണ്, വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ കുഴപ്പമില്ല, പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോഴേക്കും ഇനി ഇത് കളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അസംബ്ലിങ് കേൾക്കാറും. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.